ഗുഡ് മോർണിംഗ് ഗൈസ്. വ്ളോഗ്സ് ഫ്രം യൂറോപ്പ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡേ 2 ആണ് ലിത്വാനിയയിൽ. പുറകിൽ കണ്ടാണ് ഞാൻ സ്റ്റേ ചെയ്യണ ഹോസ്റ്റൽ. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഈ ഹോസ്റ്റൽ ഞാൻ എടുത്തത് ഏകദേശം 22 യൂറോയ്ക്കാണ്. ജസ്റ്റ് നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തെച്ച് ഒന്ന് സെറ്റായിട്ട് നമുക്ക് നേരെ വേറെ എന്ത് കാണാൻ പോകാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ ഹോസ്റ്റൽ ഞാനൊരു ടൂറ് തരാം. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ഞാൻ ഏകദേശം 22 യൂറോയ്ക്കാണ് ഈ ഹോസ്റ്റൽ എടുത്തത്. റോക്കാൻ ഇതാണ് ഇതിൻ്റെ പേര്. ഇതാണ് നമ്മുടെ 4 ഷെയറിങ് ഹോസ്റ്റൽ വരുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. ഞാൻ നമ്മളെ പൊക്കത്താണ് കിടന്നത്. നമുക്ക് ഞാൻ തന്നെ ഹോസ്റ്റൽ എടുക്കണവർക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നീറ്റ് ക്ലീന് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. പിന്നെ വാഷ്റൂം ആണെങ്കിലും എല്ലാം നല്ല ക്ലീനാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബിൽനസിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ. പിന്നെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയ ഈ ഹോസ്റ്റലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ടൗണിൽ നിന്ന് ഒരു 1.5-2 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ നമ്മൾ നടക്കും, ബസ്സിനൊക്കെ പോകേണ്ടി വരും. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. നമ്മൾ ഈ കാണുന്ന ഹോസ്റ്റലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര നമുക്ക് നോക്കാം. ഇന്ന് കുറച്ച് മ്യൂസിയംസ് ഒക്കെ ഫ്രീ ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് ചരിത്രം ഒന്ന് പഠിക്കാൻ നോക്കാം. പിന്നെ നോക്കാം എങ്ങനെയാണ് പ്ലാൻ എന്നറിയില്ല. സിറ്റി നോക്കിക്കേ, എന്താ രസമല്ലേ, നല്ല വൃത്തിയും കാര്യങ്ങളും. ഈ സ്ഥലത്തിലോട്ട് നമുക്ക് വണ്ടികൾക്കൊന്നും എൻട്രൻസ് ഇല്ല, അതുകൊണ്ട് ആൾക്കാർക്ക് നടുക്കൂടെ നടക്കാം. പട്ടിയൊക്കെ ആയിട്ട് ആൾക്കാർ വോക്ക് ചെയ്യുന്നു. ഗൈസ് അടിപൊളി, ഇന്ന് നല്ല വൈബ്, ഇഷ്ടംമാതിരി ആൾക്കാരും കാര്യങ്ങളൊക്കെ കിട്ടി അടിപൊളിയാണ്. ഗൈസ് ഈ കഫേയുടെ കോൺസെപ്റ്റ് ഒക്കെ ഉള്ളി ക്യാറ്റ് കാര്യങ്ങളൊക്കെ ഉറങ്ങാണ്, റിയലാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് തായ്ലൻഡിൽ മറ്റേ ഏതൊരു പട്ടീനെ വെച്ചിട്ടുണ്ടല്ലോ അതേപോലത്തെ സെറ്റപ്പ് തന്നെ ഇവിടെ ക്യാറ്റിനെ വെച്ചിട്ട്. അതെന്തായാലും കൊള്ളാം. ഇന്ത്യയിൽ അങ്ങനത്തെ കുറച്ച് ആശയങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അടിപൊളിയായിരിക്കും. ടൂറിസ്റ്റുകളെ നന്നായിട്ട് നമുക്ക് ഇമ്പ്രസ് ചെയ്യാം. നമ്മുടെ ഫോട്ടോസിൽ കൊച്ചിയിലൊക്കെ ഇതൊക്കെ കൊണ്ടുവന്ന അടിപൊളിയായിരിക്കും. ക്യാറ്റ് കഫേ, ഡോഗ് കഫേ അങ്ങനത്തെ എന്തോ 12 ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. നാട്ടിലൊക്കെ ഇങ്ങനത്തെയൊക്കെ കൊണ്ടുവന്നാൽ അടിപൊളിയായിരിക്കും. എനിക്ക് ആ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ തേരാപ്പാര, ഓൾഡ് ടൗണിലൂടെ തേരാപ്പാര. നിങ്ങൾ ബാക്കിൽ നോക്കിക്കേ, പ്രായമായവർ ഇവിടെ വന്നിട്ട് ടൂറിസ്റ്റുകളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അവരെൻജോയ് ചെയ്യുന്നു, കാഴ്ചകൾ കാണുന്നു. നമ്മുടെ നാട്ടിലെന്താണ്, പ്രായവരായ അവർ വീട്ടിലിരിക്കുന്നു. അതാണ് ഇവരുടെ ഒരു യൂറോപ്യൻസിൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം മെയിൻലി എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു കൾച്ചർ ഇതാണ്. അതുമാത്രമല്ല എനിക്ക് തോന്നുന്നത് വാറ് വന്നപ്പോൾ ഇവരെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതിൽ പിന്നെ അവർക്ക് മറ്റേ സമ്പാദ്യം ഇങ്ങനെ ചേർത്ത് വെക്കാത്ത നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മുടെ വീട്ടുകാർ നമുക്ക് വേണ്ടി വീടുണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു. ഇവർ ഉള്ള കാശ് എക്സ്പ്ലോർ ചെയ്യുന്നു, പ്രായമാകുമ്പോൾ അടിച്ചു പൊളിച്ച് കാര്യങ്ങൾ നടത്തുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവരൊക്കെ എൻജോയ് ചെയ്യണ ഒരു രസമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, അടിപൊളിയാണ് അവർ എൻജോയ് ചെയ്യണത്. നമ്മൾ വിൽനസ് കത്തീഡ്രലിനെയും ഓൾഡ് ടൗണിനെയൊക്കെ വിട പറഞ്ഞിട്ട് നമ്മൾ പോണത് ട്രക്കായി കാസ്റ്റിലോട്ടാണ്. ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം ഇവിടെ നിന്ന് വിൽനസ് ബസ് സ്റ്റേഷനിലോട്ട് എത്തണം. അവിടെ നിന്ന് ഏതെങ്കിലും പ്രൈവറ്റ് ബസ് കയറി നമുക്ക് ട്രക്കായി കാസ്റ്റിലോട്ട് പോവാം. അപ്പോൾ ഓടി നമ്മൾ വിൽനസ് ബസ് സ്റ്റേഷൻ്റെ അവിടെ എത്തി. എനിക്ക് തോന്നുന്നു എൻ്റെ ബാക്കിൽ കിടക്കുന്ന വണ്ടിയാണ് ട്രക്കായിലോട്ട് പോകണം. ഞാൻ ഒരു പുള്ളി എടുത്ത് സഹായം ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളി ലിത്വാനിയനായിരുന്നു, പുള്ളി എന്നെ സഹായിച്ച് പുള്ളി ബസ് കാണിച്ചത് ഇതാണെന്ന് പറഞ്ഞ്. നമുക്ക് എന്തായാലും പോയി ചോദിച്ചു നോക്കാം, എന്നിട്ട് എങ്ങനെയാണ് പോവാം, ട്രക്കായിക്ക് പോവാം. ഒരു രക്ഷയില്ല, എക്സൈറ്റഡ് ആണ്. ഞാൻ വിചാരിച്ചില്ല, ഞാൻ ജസ്റ്റ് വിചാരിച്ചു ഓൾഡ് ടൗണൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റുള്ളൂ. ഒന്നും പറ്റില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. സമയമില്ല, 3 മണിക്കാണ് ബസ്. കമോൺ ലെറ്റ്സ് ഗോ. കംഫർട്ടാണ്, സീറ്റൊക്കെ അടിപൊളിയാണ്. 2 യൂറോ 60 സെൻറ്റിന് വെറുത്താണ്. ഒരു ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓട്ടോ ബസ് കാര്യങ്ങളൊക്കെ പിടിച്ച് പോകാൻ നോക്കണം മാക്സിമം. അതിന് ഓൾ ടാക്സി ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ 30 യൂറോ ഒക്കെ ആവും. ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഷെയർഡ് ബസ്സൊക്കെ കുറേ ഉണ്ടാവും യൂറോപ്പിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ലാറ്റ്വിയിലാണെങ്കിൽ ഓട്ടോ ബസ് എന്നാണെന്ന് തോന്നി പറയണം. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് പോകാൻ പറ്റുമോ പോകണം, നോക്കാം നമുക്ക്. ഇതുവരെ ഓൾ ഗുഡാണ്. പോയി ആ ക്യാഷിനൊന്ന് കാണട്ടെ എങ്ങനെയുണ്ടെന്ന്. നമ്മളെ ഏതോ വിജനമായ പ്രദേശത്തൂടെ ഇങ്ങനൊരു യാത്ര. ഒരു 10 കിലോമീറ്ററും കൂടെ ഉണ്ട്. 10 കിലോമീറ്ററിന് വെറും 10 മിനിറ്റ് ആവുള്ളൂ. ഇതാണ് ബസ് സ്റ്റോപ്പ്. നമ്മൾ അങ്ങോട്ടാണ് ഗ്യാസിൻ്റെ ലൊക്കേഷൻ കാണിക്കണം. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ലക്ഷ്യമിട്ട് നടക്കുന്നതാണ്. അതെ, ഞാൻ ചെറുതായിട്ട് റിമി കയറിയിട്ട് ഒരു ബിസ്ക്കറ്റും ഒരു ചെറിയ ജ്യൂസും ഒരു ചോക്ലേറ്റും മേടിച്ച് നമുക്കതൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ട് നടക്കാം. കാലത്തെ ഞാൻ
സെയിം നമ്മുടെ ബർഗറിലെ ബർഗർ തന്നെയാണ് കഴിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാറുന്നത്. നമുക്ക് നടന്നു നോക്കാം, എന്നിട്ട് അവിടെ എത്തിയിട്ട് കാണാം. കൈനെക്കുറിച്ച്, ഈ ഒരു സിറ്റീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ചെറിയ സിറ്റിയാണ്. 5000 താമസക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ വർഷത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. 5000 പേരെ ഇവർ നിലവിൽ താമസിക്കുന്നുള്ളൂ. പിന്നെ വില്നിയസിൽ നിന്ന് ഏകദേശം ഒരു 20-22 കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് ബോൾട്ട് ടാക്സി എടുത്തിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓട്ടോ ബസ് എടുത്തിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ ട്രെയിൻ മാർഗവും ഇങ്ങോട്ടൊക്കെ എത്താം. അപ്പോൾ ഇത് പ്രോപ്പർ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് തന്നെ പറയാം. കാരണം ഇങ്ങോട്ട് സൈഡിലൂടെ നോക്കിയാൽ റെസ്റ്റോറൻറ്റ്സ്, കോട്ടേജസ് അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇവരും അങ്ങോട്ടൊക്കെയാണെന്ന് തോന്നുന്നു. പോയി നോക്കാം, എത്തിയിട്ട് പറയാം. നല്ലൊരു സ്ഥലം ആവുമായിരിക്കും. ലെറ്റ്സ് ഗോ. ഇങ്ങിട്ട് കാസിലോട്ട് അത്യാവശ്യം നടപ്പുണ്ട്. ഏകദേശം 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിമനോഹരമായ നടപ്പാണ്. ലിത്വാനിയൻ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഉള്ളൊരു യാത്ര. കണ്ട ഇങ്ങനെ നമുക്ക് കണ്ടോ, അവിടെ ഒരു പെയിൻറ്റിങ്സ്, എനിക്ക് തോന്നുന്നു ട്രക്കായി നഗരം ആണ് കൊത്തി വെച്ചേക്കണേന്ന് തോന്നുന്നു. അവിടെയിട്ട് ഐ ലവ് ട്രക്കായി. അടിപൊളി. പണ്ടത്തെ വീടും ഇവിടെ നോക്കിയാലും ഒരു പച്ച വീടുകളും കൊള്ളാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളി തട്ടുപൊള്ളി അട്ടി. This is heaven. അടിപൊളിയാണ് കാണാൻ. ഞാൻ കാണിച്ചത് എന്തായാലും ട്രക്കായി കാസ്റ്റിൽ അല്ലെങ്കിൽ പില്ലിസ് കാസ്റ്റിൽ എന്നാണ് പറയണത്. കാണിച്ചുതരാം. അടിപൊളിയാണ്. ഇതൊക്കെ പണിതവനെ സമ്മതിക്കണം. ഇതിനൊരു എന്തായാലും നല്ലൊരു അടിപൊളി ചരിത്രം ഉണ്ടാവും കേട്ടോ. കാണിച്ചുതരാം. ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ പിലിസ് കാസ്റ്റൽ അഥവാ ട്രക്കായി കാസ്റ്റൽ. വെള്ളത്താൽ ചുറ്റപ്പെടുന്ന കാസ്റ്റലാണ്. ഈ പാലം മരത്തിൻ്റെ പാലം ഇട്ട് ബന്ധിപ്പിച്ചേക്കുന്നത്. ഇതെന്തിനു വേണ്ടിയായിരിക്കും ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ടാവുക? രാജഭരണം എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കുമല്ലേ? രക്ഷയില്ല. സംഭവം കാണാൻ അടിപൊളിയാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കാസിലിൻ്റെ ഉള്ളാണിത്. ഇത് കുറച്ച് പുതുക്കി പണിയാനുണ്ട്. ഇവിടെ പണ്ടത്തെ ശിക്ഷാ രീതികളുടെ സാധനങ്ങളൊക്കെ കിടപ്പാണ്. തല നടുക്ക് വെച്ചിട്ട് ചെയ്യണത്. ഗുഡ് ഗൈസ്. അടിപൊളിയാണ്. മൊത്തത്തിൽ ലിത്വാനിയുടെ പണ്ടത്തെ പ്ലാൻ അവിടെ കളിക്കുന്നുണ്ടല്ലേ. ലൈറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ അതാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കാഴ്ച. ഇതൊക്കെയാണ് ആൻറ്റിക് എന്ന് പറയണത്. ആൻറ്റിക് പീസാണ്. മറ്റേ പുള്ളി നല്ല പുരാവസ്തുവിനെ പിടിച്ച പുള്ളി. ആ പുള്ളി ഇതൊക്കെ കാണണം. ആ ജോൺസൺ മാവുങ്കൽ ജാതി ആൻറ്റിക് പീസ് ഊറി സിസ്റ്റമൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണക്കാടാണ്. എല്ലാം ഇങ്ങനത്തെ കല്യാണക്കാടുകളാണ്. ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്ര ആ കാടിൽ പെണ്ണിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, ചേട്ടൻ്റെ പേര്, പിന്നെ എത്ര സ്ത്രീകൾ, എത്ര മണി, എത്ര ജ്വല്ലറി, അതൊക്കെ എത്രയെന്നുള്ള എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു. ഇവിടെ കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് പണിയിലാണ് നല്ല രീതിയിൽ. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പുറത്തെ റോഡ് വഴിയാണ് വന്നത്. ഇപ്പം നമ്മൾ നദി തടതീരം വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ളായിരുന്നു. ക്യാസിൽ അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒപ്പം തന്നെ ഹോട്ട് എയർ ബലൂണും കണ്ടു. മൊത്തത്തിൽ അടിപൊളി. ഇവിടെ നോക്കിയേ
ഇങ്ങനത്തെ ബോട്ടുകൾ, പെഡൽ ബോട്ടോ യാച്ചോ എല്ലാം റെൻറ്റിന് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമുക്ക് ആ ക്യാസിൽ ചുറ്റുവട്ടത്ത് ഇറങ്ങാം. എനിക്ക് തോന്നുന്നു ഹോട്ട് എയർ ബലൂണിൻ്റെ പൊക്കത്ത് നിന്ന് ആ ക്യാസിൽ കാണുമ്പോൾ ഒരു രക്ഷ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അടിപൊളിയായിരിക്കും. ഫോട്ടോ ഒക്കെ അങ്ങനെ ഒരു 360 നമുക്ക് കാണാൻ പറ്റിയ, അത് പൊക്കത്ത് തന്നെ നിൽക്കണ്ടേ. ഹെലികോപ്റ്റർ ത്രൂ നമുക്ക് ഈ ക്യാസിൽ പൊക്കത്ത് നിന്ന് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. കിബിനി എന്ന് പറഞ്ഞ എന്തോ ഇവരുടെ ഒരു ട്രഡീഷണൽ ഐറ്റം ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് യാത്രയുടെ വിശേഷങ്ങൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമുക്ക് ഇനി നോക്കാം. എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഈ ട്രക്കാഹിയുടെ പൊക്കത്തൂടെ കുറേ ഹോട്ട് എയർ ബലൂൺസ് ഇങ്ങനെ പറക്കാൻ കേട്ടോ. ഇത് നോക്കിക്ക്, അടിപൊളി. ഏറ്റവും ഇറക്കിയൊക്കെ താണ്ടി ആ പട്ടിങ്ങനെ അടിപൊളി ഹോട്ട് എയർ ബലൂൺ കയ്യിലൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല കാഴ്ചയാണ്. 1, 2, പിന്നെ പറഞ്ഞാൽ അപ്പുറത്ത് 3. അപ്പം നമ്മൾ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായി. ഈ ബസ് അത്ര വലിയ സുഖമില്ല, പഴയ ബസ്സാണ്. പിന്നെ അത് മാത്രമല്ല 4 യൂറോയാണ് ഈ ബസ്സിന് ചാർജ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ലോക്കൽ പോണ ബസ്സാണെന്ന് പറഞ്ഞാൽ വില്ലേജ് ടു അലോക്കേഷൻ ടു വില്ലേജ്. നമ്മൾ ആദ്യം കയറിയ കോട്ടറാട് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം പോണ ബസ്സാണ്. ഉണ്ടായിരിക്കാം. ഇതിന് 4 യൂറോയാണ് റേറ്റ്. ഇതാണ് നമ്മുടെ ഗെയിംസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾവശം. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇവിടെ നമുക്ക് കൗൺസിലോട്ട് ബാക്ക് ടു ബാക്ക് ട്രെയിൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ക്ലൈപേഡ, അതും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അങ്ങോട്ടൊക്കെ ട്രെയിനുണ്ട്. ഞാനപ്പോൾ എന്തായാലും നമുക്കിനി ഒരു 2 മണിക്കൂർ ഫ്രീ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇവിടെ വിശ്രമിക്കാം. ഈ കിടക്കണ ഫ്ലിക്സ്ബക്സിൽ കറക്റ്റ് 2:30 ഇപ്പോൾ നമ്മൾ ഗാദ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു യാത്രയായിരുന്നു. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല.